ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലൗഡ് സർവീസ് മോഡൽസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ലാസ്റ്റ് പറഞ്ഞത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്ലൗഡിൽ തന്നെ ക്ലൗഡ് സർവീസ് മോഡൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വരുന്നത് SaaS, അതുപോലെ PaaS, IaaS, ഈ 3 സർവീസ് മോഡൽസാണ് ക്ലൗഡിൽ നമുക്ക് വരുന്നത്. അതിൽ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതാണ് SaaS. അതുപോലെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, അതാണ് PaaS. നെക്സ്റ്റാണ് IaaS, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് പറയാം. ആദ്യത്തെ കാര്യമാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് മോഡൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഒരു സർവീസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇൻ്റർനെറ്റ് വഴി നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സർവീസാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, സൂം, ക്യാൻവ, ഇതൊക്കെ എന്താ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് നോക്കണോ, അതായത് അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നതെന്നോ, അതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നോ, അതിൻ്റെ മെയിൻ്റനൻസോ ഒന്നും നമുക്ക് നോക്കേണ്ടതില്ല. ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ റെഡി മെയ്ഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ക്ലൗഡ് സർവീസ് മോഡലായിട്ടുള്ള SaaS പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റാണ് PaaS, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത്, പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രതലം അല്ലേ, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതലം, അത് തന്നെയാണ്. അതായത് പാസ് യൂസ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സിന് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റ് ഇൻ്റർനെറ്റ് വഴി നൽകുന്ന സർവീസ്. SaaS എന്തായിരുന്നു, അവിടെ ഒന്നും നമുക്ക് നോക്കണ്ട. ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് റെഡിമെയ്ഡ് കിട്ടും, അത് ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് നോക്കണ്ട. PaaSലോ പ്ലാറ്റ്ഫോം ആസ് എ സർവീസിലോ അവിടെ നമുക്ക് തരുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും അതിനെ ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആപ്പ് എൻജിൻ, അതുപോലെ AWS, ഇതൊക്കെ എന്താണ്, നമുക്കൊരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള പ്ലാറ്റ്ഫോം തരും, അല്ലെങ്കിൽ അതിനെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഡിപ്ലോയ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൽ ഒരു വിർച്വൽ സെർവേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇൻ്റർനെറ്റ് വഴി ലഭ്യമാക്കുന്ന സർവീസാണ് ഈ IaaS. അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിന് വേണ്ടുന്ന സെർവേഴ്സ്, വിർച്വൽ സെർവേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. AWS, അതുപോലെ തന്നെ Azure, ഗൂഗിൾ കമ്പ്യൂട്ടിംഗ് എൻജിൻ, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താണ്, അവിടെ സെർവേഴ്സിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഫുൾ കോൺഫിഗറേഷൻ നോക്കാനും നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. കുറച്ചുകൂടി ഷോർട്ടാക്കി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് നമുക്ക് തരുന്നത് ഒരു റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, അത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനുള്ള എൻവിയോൺമെൻറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൽ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻസും, അതുപോലെ തന്നെ സെർവേഴ്സും, സ്റ്റോറേജും, അതുപോലെ നെറ്റ്വർക്കും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർവീസ് മോഡൽ ഓവറോൾ പറയുന്ന കാര്യങ്ങൾ. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർവീസ് മോഡൽസ് നമ്മുടെ കഴിഞ്ഞു. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? അതിൽ അഡ്വാൻറ്റേജസിൽ പറയുന്നത്, ഒന്നാമത്തെയാണ് കോസ്റ്റ് സേവിങ്സ്. അതായത് ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറൊക്കെ ക്ലൗഡിൽ അല്ലെങ്കിൽ ക്ലൗഡ് സപ്പോർട്ട് ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുപാട്
എക്സ്പെൻസുകൾ കുറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കോസ്റ്റ് എഫക്റ്റീവാണ്. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ സ്കെയിലബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി, അതായത് സ്മോൾ ഡിപ്ലോയ്മെൻ്റ് ആണെങ്കിലും ലാർജ് ഡിപ്ലോയ്മെൻ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. അത് ചെറിയ വെബ്സൈറ്റുകളാണെങ്കിലും ചെറിയ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും വലിയ ആപ്ലിക്കേഷൻസിൻ്റെ ഡിപ്ലോയ്മെൻ്റ് ആണെങ്കിലും നമുക്കത് സാധ്യമാണ്. നെക്സ്റ്റാണ് റിലയബിലിറ്റി, അതായത് നമ്മൾ എന്തും ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പ് അവിടെ സ്റ്റോർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ മിസ്സിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഒരു ഡിസാസ്റ്റർ റിക്കവറി അവിടെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജാണ് മെയിൻ്റനൻസ്. നമുക്ക് ഒന്നും നോക്കണ്ട, അവിടെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം നോക്കിക്കോളും. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെയാണ് മൊബൈൽ ആക്സസബിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു എംപ്ലോയി ഇരുന്ന് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ട്രാവലിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിത് ക്ലൗഡിലാണ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസിൽ പറയണത്. നെക്സ്റ്റാണ് ഡിസഡ്വാൻറ്റേജസിൽ ഒന്നാമത്തെ കാര്യമാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. നമ്മൾ ക്ലൗഡിനെ വിശ്വസിച്ച് നമ്മളുടെ കമ്പനീസിൻ്റെ ഡാറ്റാസ് എല്ലാം ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ക്ലൗഡിൻ്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാവരെയും അത് ബാധിക്കും. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഒരു ക്ലൗഡ് സർവീസ് തന്നെ പലതും ഉണ്ടല്ലോ. ഇപ്പോൾ AWS, Azure അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ AWSലാണ് ഇപ്പോൾ നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് പെട്ടെന്ന് വേറൊരു ക്ലൗഡിലേക്ക് മാറ്റണം, വേറൊരു ടൈപ്പ് ക്ലൗഡിലേക്ക് മാറ്റണം. ഇപ്പോൾ ആഷ്വറിലേക്ക്, ആമസോണിൽ നിന്ന് AWSയിൽ നിന്ന് ആഷ്വറിലേക്കോ ഒക്കെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ ആപ്ലിക്കേഷൻസിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ അതും എന്താണ്, ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമുക്കറിയാം, കൂടുതൽ പറയേണ്ട കാര്യമില്ല. AI എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മളുടെ ഇപ്പോൾ മനുഷ്യർക്ക് തന്നെ ചെയ്യാൻ, പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നത് കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതലേ പറഞ്ഞത് അല്ലേ. കമ്പ്യൂട്ടേഴ്സിന് നമ്മളുടെ അത്രയും ക്യാപ്പബിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷണൽ പവർ മാത്രമേ ഉള്ളൂ, ഒരു ഡിസിഷൻ മേക്കിംഗ് പവറൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷേ AI വന്നപ്പോഴേക്കും എന്താണ്, ആ ഒരു രീതി മാറ്റി അല്ലേ. നമ്മളുടേതായിട്ടുള്ള ആ ഒരു ഇൻ്റലിജൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു പവർ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് വന്നു കഴിഞ്ഞു. അപ്പം അത് AI എന്താണെന്നുള്ളത് ജസ്റ്റൊരു ഇതിൽ പറയുന്നേ ഉള്ളൂ. കൂടുതലായിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലൊന്നും പറയാനില്ല ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരാം.